പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിവന്ന ഒരു ബാലനെ ഗ്രാമം അഭയം നൽകി ഒരു വൈക്കോൽ പുരയിൽ ഒളിപ്പിച്ചു. അത്താഴമൂട്ടി. പാതിരയായപ്പോൾ പട്ടാളക്കാർ ഗ്രാമത്തെ വളഞ്ഞു. പ്രഭാതത്തിനു മുൻപേ അവനെ കൈമാറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വിളിച്ചു പറഞ്ഞ് അവർ മടങ്ങി. ഗ്രാമീണർ വല്ലാത്ത പ്രതിസന്ധിയിലായി. അത്തരം ഘട്ടങ്ങളിൽ അവരെന്തു ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിരുന്നത് വയോധികനായ ഒരു പുരോഹിതനായിരുന്നു. കുറേയധികം നേരം പ്രാർത്ഥിച്ച് ദൈവഹിതമറിയാനായി അയാൾ വേദപുസ്തകം തുറന്നു. അതിലിങ്ങനെ അയാൾ വായിച്ചു: ഒരു ജനതയ്ക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. അവനെ പട്ടാളക്കാർക്ക് വിട്ടുകൊടുത്തു കൊള്ളുക ഗ്രാമീണരോട് അയാൾ അറിയിച്ചു. പിറ്റേന്ന് പുലരിയിൽ പുറത്തെ നിലവിളി കേട്ടാണ് പുരോഹിതൻ ഉണർന്നത്. അവനെ പട്ടാളക്കാർ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. അതിനുമിടയിൽ അവൻ തൻ്റെ മിഴികൾ ഉയർത്തി അയാളെ നോക്കി. ആ മിഴികൾ ഓരോ നിമിഷത്തിലും അയാളെ പിന്തുടർന്നു. അയാൾ ദൈവത്തോട് നിലവിളിച്ചു: അതായിരുന്നു അങ്ങയുടെ ഹിതം. അപ്പോഴയാൾ ജീവിതത്തിൽ ആദ്യവും അവസാനവുമായി ദൈവസ്വരം കേട്ടു. വേദഗ്രന്ഥം തുറന്നു വായിച്ചതിനു പകരം രാത്രിയിൽ ഗ്രാമീണരോടൊപ്പം പോയി വൈക്കോൽപുരയിലെ ആ കുഞ്ഞിൻ്റെ മിഴികളിലേക്ക് ഉറ്റുനോക്കിയിരുന്നെങ്കിൽ നിനക്കെൻ്റെ ഹിതം കുറെ കൂടി നന്നായി മനസ്സിലായേനെ. മനുഷ്യരുടെ മിഴികളിലേക്ക് നോക്കാതെ വേദഗ്രന്ഥങ്ങളിലെ അക്ഷരങ്ങളിൽ കുരുങ്ങിയും ശഠിച്ചും ജീവിക്കുന്നവരാണ് ഭൂമിയിലെ കഠിനമായ ഒരിടമാക്കി മാറ്റുന്നത്.